നമസ്കാരം. ഗോവിന്ദചാമിക്ക് തൂക്കുകയർ കിട്ടണമെന്ന് ആഗ്രഹിച്ചവരാണ് രാജ്യത്തെ ഓരോ സ്ത്രീയും. പക്ഷെ ബ്രൂട്ടലായി ഒരു പെണ്ണിനെ റേപ്പ് ചെയ്ത് കൊന്നു കളയുന്നതിൽ ആനന്ദം കണ്ടെത്തിയ ഒരു സൈക്കോ ക്രിമിനലിന് വേണ്ടി വാദിക്കാനും ഈ രാജ്യത്ത് വക്കീലന്മാരുണ്ടായി. അവരെ പരിരക്ഷിക്കാനും വിധി പറയാനും ശിക്ഷ ഇളവ് ചെയ്യാനും ഇവിടെ ജഡ്ജിമാരും ഉണ്ടായി. അതുകൊണ്ട് അയാൾ തൂക്കുകയറിൽ നിന്നും രക്ഷപ്പെട്ടു. പിന്നെ നമ്മൾ കുറെയൊക്കെ സമാധാനിച്ചു, ജീവപര്യന്തമാണല്ലോ. അത്രമാത്രം ബന്ധവസായി അയാളെ സൂക്ഷിക്കുന്നത് കൊണ്ട് നമ്മുടെ സാധാരണ ജീവിതത്തിന് കുറെ കാലത്തേക്ക് അയാൾ തടസ്സമാകില്ല എന്ന് കരുതി. അപ്പോഴാണ് ഇതാ കേൾക്കുന്നത് ഗോവിന്ദചാമി എന്ന കൊടും ക്രിമിനൽ ജയിൽ ചാടിയെന്ന്. ബ്രിട്ടീഷുകാരുടെ കാലത്തെ നിർമ്മിതിയായ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും എങ്ങനെയാണ് ഒരു ഒറ്റക്കയ്യൻ കൊടും കുറ്റവാളിക്ക് ജയിൽ ചാടാൻ കഴിയുക? അപ്പോൾ ദാ വീണ്ടും നമ്മൾ കേൾക്കുന്നു, ജയിലിൽ CCTV ഇല്ല, ഇയാൾക്ക് താടി വെട്ടേണ്ട, ടീഷർട്ടും പാന്റും കിട്ടും, ചപ്പാത്തി മാത്രം കഴിക്കുന്നു, തന്നിഷ്ടം പോലെ നടക്കുന്നു. ഇത്രയും പ്രമാദമായ ഒരു കേസിലെ കുറ്റവാളിയെ ഇങ്ങനെയാണോ ഭരണകൂടം